എടുത്തിട്ട് 200 കൂടുതൽ ഇന്നോവേഷൻ ചെയ്ത ഞാൻ ആദ്യമായിട്ടാണ് ഒരു അപ്പാർട്ട്മെന്റിന്റെ ഇന്നോവേഷൻ വേണ്ടി വരുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈം. അപ്പൊ നമുക്കിപ്പോ ഒരു കോളേജ് ഇന്നോവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിൽ പോകുമ്പോൾ ഇപ്പൊ ഞാൻ ബ്യൂട്ടി പാർലർ ഇന്നോവേഷൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സ്റ്റുഡിയോ ഇന്നോവേഷൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പോവാം. അതേപോലെ തന്നെ ഇല്ല, ഞാൻ മുമ്പ് ചെറിയ സമയത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം പോകുമ്പോൾ മതപ്രഭാഷണം അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് ചില സംശയങ്ങളുണ്ടാവും. പക്ഷെ ഇത് ഒരുമാതിരി റേഡിയോ പോലെ അല്ലെങ്കിൽ അവർ ചില അവരുടെ ഭാവി സിനിമകളെ കുറിച്ചോ അവർ ചില രാഷ്ട്രീയമൊക്കെ പറഞ്ഞതിൽ പോകുന്നതല്ലാതെ നമുക്ക് തിരിച്ച് ഇവരോട് ചോദിക്കാൻ ഒരു അവസരമില്ല. കാരണം ഇത് ഒരുമാതിരി റേഡിയോ പോലെ ആയിരിക്കും. അവർ പറയുന്നത് നമ്മൾ പറയുന്നത് നോക്കിയേക്കാൻ സമയമില്ല. അപ്പൊ അന്ന് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയായ സമയത്ത്. എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ ഉൾക്കൊള്ളുന്ന ആളുകൾ അങ്ങനെ ഒരു വേദന അനുഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ്, ഇവൻ എന്നെ വെറുക്കുന്നവർ പോലും അങ്ങനെ ഒരു വേദന അനുഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അവർക്ക് പറയാനുള്ള കേൾക്കുന്നത്. മാത്രമല്ല കേരളം മുഴുവൻ ഇങ്ങനെ പല ഫംഗ്ഷൻസിൽ പങ്കെടുക്കുന്നതിലൂടെ എനിക്ക് മൊത്തം കേരളത്തിലെ ജനങ്ങളുടെ ഒരു ട്രെൻഡ്, അവർ എങ്ങനെ ചിന്തിക്കുന്നു, അവർ ആക്ച്വലി എന്താണ് ആഗ്രഹിക്കുന്നത്, അവരെന്താണ് അർഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ലൈവായി മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ കണ്ണൂരിലാണ് പോകുന്നത്. കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ എനിക്ക് ഇതുവരെ ഇന്ററാക്ഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ എല്ലാവരും പറയാറുണ്ട്, കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ 3 വർഷം മുമ്പാണ് പോകുന്നത്. ഇന്ററാക്ഷൻ എനിക്ക് ഏറ്റവും ജനങ്ങളുമായിട്ടുള്ള നല്ല രസമായിരുന്നു. അവിടുന്ന് പൂജിക്കും പരദൈവം തോട്ടലൊന്നാക്കിയ സൂപ്പർമാന. അരിയും കറിയും വാങ്ങാൻ കടയിൽ പോയാൽ വൈക്കോലും പിണ്ണാക്കും വാങ്ങി വരും. ബൊമ്മ പോലെ മലർന്നു കിടക്കും, തലയ്ക്ക് തെല്ലും ഓളമില്ല. വിദേശ മദ്യമാണ് അവിടുന്ന് പൂജിക്കും പരദൈവം തോട്ടലൊന്നാക്കിയ സൂപ്പർമാന. അരിയും കറിയും വാങ്ങാൻ കടയിൽ പോയാൽ വൈക്കോലും പിണ്ണാക്കും വാങ്ങി വരും. വീട്ടിലും തോട്ടിലും പായും പിളർന്നു നടക്കും കണ്ടു. ഷർട്ടിന്റെ കീശയും മേശയും തപ്പി ഞാൻ മുക്കാലും ചില്ലിയും തട്ടിക്കൂട്ടി. നാട്ടിലും വീട്ടിലും തോട്ടിലും പായും പിളർന്നു നടക്കും കണ്ടു. സോപ്പില്ല നല്ലെണ്ണ തീരെയുമില്ല, ഉടുക്കാൻ തുണിക്ക് മറുതുണിയില്ല. അയ്യോ, വിദേശ മദ്യമാണ് അവിടുന്ന് പൂജിക്കും പരദൈവം തോട്ടലൊന്നാക്കിയ സൂപ്പർമാന.
പൊന്നും പണവും എങ്ങും ഒരിടത്തുമില്ലേ ഇല്ല. കാപ്പിക്ക് പഞ്ചാര പേരിനുമേ ഇല്ല, വട്ടിയും പെട്ടിയും കോട്ടുമില്ല. എള്ളും നെല്ലും പൊന്നും പണവും എങ്ങും ഒരിടത്തുമില്ലേ ഇല്ല. ഫലമൂലാദികളൊട്ടുമേ ഇല്ല, ജലപാനത്തിനു വകയുമില്ല. അയ്യോ, വിദേശ മദ്യമാണ് അവിടുന്ന് പൂജയ്ക്കും പരദൈവം. ഹോട്ടലും നാത്താക്കിയ സൂപ്പർമാന. അരിയും കറിയും വാങ്ങാൻ കടയിൽ പോയാൽ വൈക്കോലും പിണ്ണാക്കും വാങ്ങി വരും. ബൊമ്മ പോലെ മറന്നു കിടക്കും, തലയ്ക്ക് തെല്ലും ഓളമില്ല. ഇങ്ങോട്ട് വരട്ടെ അവൻ. എടാ, നീ ആ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത് മുതൽ